നമ്മളൊരു സെലിബ്രിറ്റി ഒന്നും അല്ല. നമ്മളിങ്ങനെ ഒരു പ്രൊസീജിയർ കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി കാരണമോ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെ അടുത്തു നിന്നുമാണ് എന്തായിരിക്കും അന്വേഷിച്ചിട്ടുണ്ടാവുക. റേറ്റ് ആണ്. ഈ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു പ്രീ അസസ്മെൻറ്റും ആയിരുന്നു. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ഞാൻ മൈക്രോ ബ്ലേഡിങ് എൻ്റെ ഐബ്രോസിന് ചെയ്തതിൻ്റെ ഒരു മോശം എക്സ്പീരിയൻസ് ആണ് എന്ന രീതിയിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എന്നോട് കമൻറ്റിൽ വന്നും DM-ലും ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം, എവിടെ നിന്നാണ് ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്തത് എന്നതിനെക്കുറിച്ച്. ഏകദേശം 1 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നത്. മൈക്രോ ബ്ലേഡിങ് എന്ന് പറയുമ്പോൾ ഐബ്രോസിൻ്റെയാണ്. അപ്പോൾ മൈക്രോ ബ്ലേഡിങ് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള മെയിൻ കാരണം എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അതായത് എവിടെ പോയാലും എല്ലാവരും പറയും എന്താ ഐബ്രോസ് ശരിയല്ല, ഐബ്രോസ് കാണുന്നില്ല. അപ്പോൾ ഇവൻച്വലി നമുക്കൊരു ഇൻസെക്യൂരിറ്റി വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വന്തം ഡിസിഷനിലെടുത്തൊരു തീരുമാനമായിരുന്നു ഞാനൊരു മൈക്രോ ബ്ലേഡിങ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ എന്തായിരിക്കും അന്വേഷിച്ചിട്ടുണ്ടാവുക. റേറ്റ് ആണ്. റേറ്റ് അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാ സെൻറ്റേഴ്സും 10,000 to 12,000 എന്നൊരു രീതിയിലാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി ഞാൻ നടത്തി. എന്താണ് സംഭവം, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടേക്കാണ് സെൻറ്റേഴ്സ് ഉള്ളത്, അങ്ങനെ എല്ലാം ചെയ്ത് ഞാൻ ഡിസൈഡ് ചെയ്തൊരു സെൻറ്ററായിരുന്നു ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന ഒരു വെരി ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു സെൻറ്റർ. ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ വർഷം ഇതേ സമയം ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്തായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു. ഇവരെ വെബ്സൈറ്റ് ത്രൂ ആണ് ഞാൻ കോൺടാക്ട് ചെയ്തു. ആദ്യം ഞാൻ അവർക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. പിന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരെനിക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തു. അവരെനിക്കൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തു. ആ ലിങ്കിനകത്ത് കയറി കഴിയുമ്പോൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് എന്നാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്, ഏത് സമയത്ത് വരും എന്നൊക്കെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസും പിന്നീട് ഉണ്ടായിരുന്നത് ഒരു പ്രീ അസസ്മെൻറ്റും ആയിരുന്നു. ആ ഒരു പ്രീ അസസ്മെൻറ്റിൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഡയബറ്റിക് ആണോ, നമുക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടോ, പ്രീവിയസ് മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും പ്രീവിയസ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെൻറ്റാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അല്ലെ വൂണ്ട് ഹീലിംഗ് ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഹീലിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് റെഗുലറായിട്ട് എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡൈ അലർജീസ് വന്നിട്ടുണ്ടോ, ടാറ്റു ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പ്രീ അസസ്മെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അവരെന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ പോകുന്നു. അപ്പോയിൻമെൻറ്റ് ഒരു 10 o'clock ഞാൻ എടുത്തിരുന്നത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഇതൊരു 2 weeks മുമ്പാണ്. 2 weeks മുമ്പാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 weeksന് ശേഷം ഞാൻ അവിടെ പോകുന്നു, പ്രൊസീജിയർ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതായിരുന്നു എൻ്റെ ബേസിക് പ്ലാൻ. ആ ഒരു സമയം, ആ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് 2 weeks കുറേ അധികം കാര്യങ്ങൾ കാരണം എനിക്ക് ആ അപ്പോയിൻമെൻറ്റ് മാറ്റി വെക്കേണ്ടി വന്നു. കാരണം ഫിനാൻഷ്യലി എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ അല്ലാതെ തന്നെ എനിക്ക് ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇപ്പം ഈ പ്രൊസീജിയർ ചെയ്യേണ്ട എന്നൊരു ഡിസിഷൻ ഞാൻ എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 1 month ശേഷമാണ് ഞാൻ ചെയ്ത മൈക്രോ ബ്ലേഡിങ് ഞാൻ പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഫിനാൻഷ്യലി ആ സമയം കുറച്ച് ടൈറ്റായി വന്നപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ, ഒരു ദിവസം എൻ്റെ ജോലി കളയണം, അബി എൻ്റെ കൂടെ വരുവാണെങ്കിൽ അബിയുടെ ജോലിയും കളയണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്യണം. പിന്നെ അവിടെ തന്നത്തെ എക്സ്പെൻസ്, ഈ പ്രൊസീജിയറിൻ്റെ എക്സ്പെൻസ്, അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരണം. അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഞാൻ നടത്തി. അതൊരു ഓവർ കാൽക്കുലേഷൻ ആയിരുന്നു. ആ നടത്തിയതുകൊണ്ട് ഞാൻ ആ സെൻറ്റർ അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ വിചാരിച്ചു, എന്തിനും നമ്മൾ ട്രിവാൻഡ്രം വരെ പോകണം, എനിക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എനിക്കിത് ചെയ്താൽ പോരെ എന്നുള്ള എൻ്റെ ഒരു ചിന്തയിലാണ് ഞാൻ കൊച്ചിയിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനം നോക്കാമെന്ന് വിചാരിച്ചത്. അതായിരുന്നു ഞാനെടുത്ത ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഡിസിഷൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കൊച്ചിയിൽ തന്നെയുള്ളൊരു സെൻറ്റർ നോക്കി. അപ്പോൾ ഈ മൈക്രോ ബ്ലേഡിങ് ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരു സമയം തന്നെ ഞാൻ ഒരുപാട് സെൻറ്റേഴ്സ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിലും എനിക്കൊരു സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ടാറ്റുവും കൂടെ ചെയ്യുന്ന ഒരു സെൻറ്ററായിരുന്നു. അപ്പം ഇതും അവർ ചെയ്യുന്നുണ്ട്, ഇത് ടാറ്റു അല്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഇത് മൈക്രോ ബ്ലേഡിങ് ഒരു കോസ്മെറ്റോളജി പ്രൊസീജിയറായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു സെൻറ്റർ. പിന്നെ ഞാൻ മറ്റേത് ട്രിവാൻഡ്രത്തുള്ള സെൻറ്റർ വളരെ സിസ്റ്റമാറ്റിക് ആനും പിന്നെ അതുപോലെ തന്നെ അതൊരു ആക്ച്വലി ഒരു സാലൂൺ ബേസ്ഡ് ആണ്. പക്ഷേ അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും അവരുടെ പ്രൊസീജിയർ ഫുള്ള് നമുക്ക് വീഡിയോസിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ആദ്യം ട്രിവാൻഡ്രം തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കൊച്ചിയിൽ ഈ സെൻറ്റർ തപ്പി തുടങ്ങി. അങ്ങനെ ഒരുപാട് സെൻറ്റേഴ്സ് നോക്കി. നമ്മൾ സാധാരണ നമുക്കിതിനൊന്നും എക്സ്പോഷർ ഇല്ലാത്ത ഒരാളാണ്. നമ്മൾ ആദ്യമായിട്ടൊരു കോസ്മെറ്റോളജി പ്രൊസീജിയർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് കാര്യമായ വിവരമില്ലാമെങ്കിൽ നമ്മൾ കാണുന്നത് വീഡിയോസിലൂടെയാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ സെലിബ്രിറ്റീസ്, സീരിയൽ ആക്ടേഴ്സ്, ഇവരൊക്കെ പോയി ചെയ്ത് അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണല്ലോ നമ്മളും ഇത് പോയിട്ട് ഓക്കെ ഈ സെൻറ്റർ നല്ലതായിരിക്കും എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്.
എടുക്കുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതായിരുന്നു എൻ്റെ തെറ്റ്. ഞാൻ പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സർവീസ് നടത്തുന്ന ഒരു സെൻറ്ററിലോ ആയിരുന്നു ഞാൻ പോകേണ്ടിരുന്നത്. അത് എൻ്റെ കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങനൊരു സംഭവം ചെയ്ത് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഇങ്ങനൊരു സംഭവം അവർ ചെയ്യാൻ പോകുന്നു, ഏത് സെൻറ്ററാണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കൊച്ചിയിൽ സെൻറ്റർ ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് ആദ്യം ഞാൻ അവർക്ക് വാട്സാപ്പിൽ, ഇൻസ്റ്റയിലാണ് മെസ്സേജ് അയച്ചത്. അവരെനിക്ക് വാട്സാപ്പ് നമ്പർ തന്നു. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ആദ്യം അവർ പറഞ്ഞത്, അവരെന്നോട് വേറെ ഒന്നും ചോദിച്ചില്ല, പേര് പോലും ചോദിച്ചിട്ടുണ്ടായില്ല. അവരെന്നോട് പറഞ്ഞത് അപ്പോയിൻമെൻറ്റ് എടുക്കണം, ആദ്യം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് 2000 റുപ്പീസ് പേ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് വന്നാൽ മതി എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ആക്ച്വലി ഒന്ന് ചിന്തിച്ചു. കാരണം ഒരു സെൻറ്ററിലും അങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ചെല്ലുക, പേയ്മെൻറ്റ് ചെയ്യുക, പ്രൊസീജിയർ ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളൊരിതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പം വളരെ അതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു വളരെ ഇതായിട്ടുള്ള ഒരു സീരിയൽ നടി പോയി ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വേറെ സെൻറ്ററൊന്നും തപ്പണ്ടെന്ന് വിചാരിച്ചിട്ട് ശരി ഓക്കെ ഇത് തന്നെ ചെയ്യാമെന്ന് കരുതി. ഒരു 1 വീക്കിന് ശേഷം അവർക്ക് ഞാൻ വീണ്ടും റിപ്ലൈ അയച്ചു, ഞാൻ വരുന്നുണ്ട്, അങ്ങനെ അപ്പോയിൻമെൻറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം അപ്പോൾ അവർ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, ഡയറക്റ്റ് ഒരു ഡേറ്റും ഇതും പറഞ്ഞിട്ട് ആ സമയത്ത് വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഊബർ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് പോയി. ഞാൻ ആ പ്രൊസീജിയർ ചെയ്യാനായിട്ട് കയറി. ഞാൻ പോയത് ഒറ്റയ്ക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ സിസ്റ്റർ ഒന്നും നാട്ടിലുണ്ടായിരുന്നില്ല, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ബിസിയാണ്. അപ്പോൾ ഞാൻ ആരെയും വിളിച്ചിട്ട് പോയില്ല, കാരണം ഇതൊരു പ്രൊസീജിയറാണല്ലോ, എല്ലാവരുടെയും സമയം എനിക്കെടുത്ത് വരണ്ടല്ലോ, എൻ്റെ ഒരു ആവശ്യമാണല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ആരെയും വിളിക്കാൻ പോയില്ല. ഞാനൊരു ഊബർ ബുക്ക് ചെയ്തു, ഞാൻ തന്നെ പോയി. ഞാൻ അവിടെ ചെന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ ബേസിക്കലി അവിടെ കുറേ അധികം ടാറ്റൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ അവരൊരു നമ്പിങ് ക്രീം എനിക്ക് അപ്ലൈ ചെയ്ത് തന്നൊരു 10 മിനിറ്റ്സ് എന്തോ വെയിറ്റ് ചെയ്തു. അതങ്ങനെയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവർ എന്നെ പ്രൊസീജിയർ റൂമിൽ കയറ്റി. ഒരാൾ വന്നിട്ട് അത് എപ്പോഴും നമ്മൾ നീഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു മൈക്രോ നീഡിൽ പ്രൊസീജിയറാണ്. എന്ത് നീഡിൽസ് യൂസ് ചെയ്താലും നമ്മൾ ഫ്രഷ് നീഡിൽസ് തന്നെ ഓരോ ഇൻഡിവിജ്വലിനും യൂസ് ചെയ്യണം. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെന്നോട് തന്നെ പൊട്ടിച്ചിട്ട് പറഞ്ഞു ഇത് ഫ്രഷ് നീഡിലാണെന്നൊക്കെ പറഞ്ഞ് നീഡിൽ വരെ അങ്ങനെ നീഡിലൊക്കെ സെറ്റാക്കി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നീഡിൽ കാണിച്ചത് വേറൊരു വ്യക്തിയും, പിന്നെ വന്ന് ചെയ്തത് ഇതിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു, പുള്ളിയാണ് എനിക്ക് വന്ന് പ്രൊസീജിയർ ചെയ്ത് തന്നത്. ആക്ച്വലി ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും ഇതിലാദ്യം നമ്മുടെ അടുത്ത് ഇതിനൊരു ഷേപ്പ് ഉണ്ട്. ഇതിനൊരു ഷേപ്പ് അവർ പ്രോപ്പറായിട്ട് ആദ്യം ഡിസൈൻ ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വരയൊക്കെ വെച്ചിട്ട് നിങ്ങളിത് സെർച്ച് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. കുറേ വരയൊക്കെ ഇട്ടിട്ട് ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള സെർച്ച് ചെയ്ത് അവിടെയാണ് നമ്മൾ മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നത്. ഒരു ചെറിയ നീഡിൽ വെച്ചിട്ടുള്ള സ്ട്രോക്സ് ആണ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മൈക്രോ പിഗ്മെൻറ്റേഷനും ചെയ്യാറുണ്ട്. അപ്പോൾ മൈക്രോ പിഗ്മെൻറ്റേഷൻ അപ്ലൈ ചെയ്യാൻ എൻ്റെ അറിയുന്നത്. എന്നോട് ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഭയങ്കര നാച്ചുറലായിട്ട് വേണോ അതോ നല്ല ഡാർക്കിഷ് ആയിട്ട് വേണോ എന്നാണ്. റിമിട്ടോമ ഒരു വീഡിയോ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ടുള്ളതിനെ കാട്ടി നല്ലപോലെ കറുത്ത ഐബ്രോ, എനിക്കും അങ്ങനെ ഭയങ്കര കറുത്ത ഐബ്രോസാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പുള്ളിയോട് പറഞ്ഞത് എനിക്ക് നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐബ്രോസ് വേണം. അത് മാത്രമേ ഞാൻ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ബാക്കി അവർ തന്നെ എന്തൊക്കെയോ ചെയ്ത്, എനിക്ക് തോന്നുന്നത് ഷെയ്ഡ് ചെയ്യില്ല, നമ്മൾ ടാറ്റു അടിക്കുമ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന പോലെ ഫുള്ളിങ്ങനെ ഷെയ്ഡ് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ വരയും കുറിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ തന്നെ പ്രോപ്പറായിട്ട് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഷെയ്ഡ് ചെയ്തു. എന്നോട് ഷേപ്പൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചതുമില്ല. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് ഇത് അടിപൊളിയായിട്ട് വരുന്നതാണല്ലോ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാനായിട്ട് ഒറ്റയ്ക്ക് പോയതുകൊണ്ടും എൻ്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ടും അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നത് കൊണ്ടുമായിരിക്കും ഞാനത് അങ്ങോട്ട് കയറി ചോദിച്ചില്ല. നമ്മൾ മറ്റേ ഇൻവെർട്ടർ ടൈപ്പാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് അന്ന് ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇവർ സ്ട്രോക്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആദ്യം അവർ ഫുള്ളിങ്ങനെ പിഗ്മെൻറ്റ് ചെയ്യുക ചെയ്തത്. അത് കഴിഞ്ഞ് ഇവർ സ്ട്രോക്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ ക്രീംസോ എന്തോ ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെയോ ലോഷൻസോ ക്രീംസോ എക്സ്ഫോളിയേഷൻസോ അങ്ങനെ എന്തൊക്കെയോ കാരണം എൻ്റെ സ്കിൻ ഭയങ്കര എക്സ്ഫോളിയേറ്റിംഗ് ആണ്, സ്ട്രോക്സ് ഒന്നും തന്നെ പിടിക്കുന്നില്ല എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അപ്പം നമുക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ, ഇങ്ങനെ ഒരു സംഭവമുണ്ടോ, സ്ട്രോക്സ് ഒക്കെ പിടിക്കാതിരിക്കുന്ന സ്കിന്നൊക്കെ ഉണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത് പ്ലമ്മിൻ്റെ ഒരു ടോണർ, പിന്നെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു നയസരമേൻ്റെ സിറം, അതും പ്ലമ്മിൻ്റെ തന്നെയാണ്, പിന്നെ ഒരു സൺസ്ക്രീൻ, അത് യുഡിഫെക്സ് അല്ല അതിൻ്റെ യുവിഡോക്സ് അതെനിക്ക് ദേഫർ അയാമിൽ നിലൂഫർ മാം സജസ്റ്റ് ചെയ്ത് തന്നെയാണ്. ഞാൻ ആക്ച്വലി ഓൾറെഡി ഞാൻ എൻ്റെ കല്യാണ സമയത്ത് മുതലേ ഞാൻ മാമിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രൊസീജിയർ ഒന്നും ചെയ്യാനല്ല പോയത്, ഞാൻ ആ സമയത്ത് പോയത് ഗ്ലൂട്ടത്തോൺ എടുക്കാനായിരുന്നു. അത് ഏകദേശം
അത് ഏകദേശം മുന്നേടത്തിൻ്റെ സമയത്ത്, അതായത് 7 to 8 years ബാക്ക് ആയിരുന്നു. അപ്പം അങ്ങനെയാണത്. അപ്പം അന്ന് ഞാൻ ഒരു ഡോസ് ഗ്ലൂട്ടാഥയോൺ എടുത്ത് അതും ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് മാം എനിക്ക് തന്നൊരു സൺസ്ക്രീൻ ആയിരുന്നു അത്. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ സ്കിന്നിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം. ഇതിൽ കൂടാതെ ഒരു എക്സ്ഫോളിയേഷനും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. മേ ബി അപ്പം ഞാൻ കരുതിയത് ഈ പറഞ്ഞ എന്തെങ്കിലും സാധനത്തിൽ എന്തെങ്കിലും എക്സ്ഫോളിയേഷൻ്റെ കണ്ടൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം, ഈ AHA BHA ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ സ്ട്രോക്കൊന്നും എൻ്റെ സ്കിന്നിൽ, എൻ്റെ ഐബ്രോയിൽ അങ്ങനെ സ്ട്രോക്സ് ഒന്നും എൻ്റെ ഐബ്രോയിൽ പിടിക്കാത്തത് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പ്രൊസീജിയർ, അപ്പോൾ ഫസ്റ്റ് സിറ്റിങ്ങിന് അവർ 7,000 ഇനി അടുത്ത 45 ഡേയ്സ് കഴിഞ്ഞിട്ട് 3,000 എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഐബ്രോ ഇതുപോലെ തന്നെ ഏകദേശം റാഷ് ഷേപ്പും ഇത് പ്രോപ്പർലി നമ്മൾ വരയ്ക്കുന്ന പോലത്തെ തന്നെ ഷേപ്പിലുമായിരുന്നു. ഞാൻ അവിടെ വെച്ചിട്ട് അവരെന്നെ കണ്ണാടിയൊക്കെ കാണിച്ചു. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇൻവേർട്ടർ, അതുകൊണ്ട് ഞാൻ അവരോട് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. അതിനിടയ്ക്ക് വെച്ച് അവർ എന്നോടൊരു കാര്യം പറഞ്ഞു, കാർബൺ ലേസർ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്, എല്ലാ സെൻറ്റേഴ്സിലും 10,000 റുപ്പീസൊക്കെയാണ് ഇതിന് പേയ്മെൻറ്റ് ചോദിക്കുന്നത്. ഞങ്ങൾ വളരെ UK എവിടുന്നോ കൊണ്ടുവന്ന വലിയ മെഷീൻസാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, ഈ ഇൻസ്ട്രുമെൻറ്റിനാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ അതിന് ക്യാൻവാസ് ചെയ്യാൻ നോക്കി. പക്ഷേ ഈ ഒരു അടി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും പുറപ്പെടാൻ നിന്നില്ല. ഞാൻ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ അതേ ഉബറിൽ തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. നനയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നനച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് 10 ഡേയ്സോ 1 വീക്കൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സിസ്റ്ററിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇത് ഭയങ്കര ഡാർക്കിഷാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ സജഷനാണ്, ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ്, പക്ഷേ ഇത് പ്രോപ്പർലി അല്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് തോന്നുന്നതായിരിക്കും എന്തൊക്കെ. പിന്നെ ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് എന്ന് എനിക്കും തോന്നിയായിരുന്നു. കാരണം നമ്മൾ മൈക്രോബ്ലേഡിങ് ചെയ്ത വീഡിയോസ് കണ്ടറിയാം. അതൊരു മൈക്രോബ്ലേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിങ്ങനെ ഐബ്രോയ്ക്കകത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച കണക്കല്ല, അതൊരു പ്രോപ്പറായിട്ട് ഇങ്ങനെ, അതായത് നാച്ചുറൽ ലുക്കിൽ നമ്മൾ കറുത്തിരുന്നാൽ പോലും, കറുത്ത സ്ട്രൈപ്സ് വേണമെന്ന്, അത് സ്ട്രോക്സ് വേണമെന്ന് പറഞ്ഞാൽ പോലും അത് കുറച്ചും കൂടി അത് ഡിഫൈൻഡ് ആയിരിക്കും. പക്ഷെ എൻ്റെത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ പിറ്റേ ദിവസം മുതൽ തന്നെ എനിക്ക് പല ഓഫീസിൽ പോയപ്പോഴും പല ആൾക്കാരും ആ മൈക്രോബ്ലേഡിങ് ചെയ്തല്ലേ, ഇതിങ്ങനെയല്ലല്ലോ എന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത്, ഇത് ഇവിടെ പ്രശ്നമുണ്ടല്ലോ അവിടെ പ്രശ്നമുണ്ടെന്ന് കേട്ട് തുടങ്ങിയപ്പോഴേക്കും ഞാനൊരു 1 വീക്ക് ഇവർ വെള്ളം ഒഴിക്കരുത്, വെള്ളം നനയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ സമയം മുതൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതുക്കെ കുറേ സ്ഥലമൊക്കെ ഇങ്ങനെ ഇളകിപ്പോവാനായിട്ട് തുടങ്ങി. അതായത് ആ പിഗ്മെൻറ്റ് ഉണ്ടല്ലോ, ഇവരിങ്ങനെ വരച്ച് കയറ്റിയ സ്ട്രോക്സ് അല്ല ഞാൻ പറയുന്നത്, പിഗ്മെൻറ്റ്സ്, അതിങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇളകാൻ തുടങ്ങി. അത് നാച്ചുറലാണ്, പല ആൾക്കാരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അത് ഇളകുമെന്ന്. അപ്പം ഞാൻ വെച്ചു അതൊരു വളരെ വൃത്തിയായിട്ട് രീതിയിൽ ഇളകാൻ തുടങ്ങി. അപ്പോൾ അത് ഇളകിപ്പോയതിന് ശേഷം വേറൊരു ലുക്ക് എനിക്കൊരു 1 മന്തിന് ശേഷം എന്തോ എനിക്ക് കിട്ടി. അപ്പോഴും പല സ്ഥലത്തും പല രീതിയിലും പല ഷേപ്പിലും ഒക്കെ ആയിരുന്നു പ്രോപ്പറായിട്ട് പിഗ്മെൻറ്റ്. ചില സ്ഥലത്ത് പിഗ്മെൻറ്റ് കൂടുതൽ, ചില സ്ഥലത്ത് പിഗ്മെൻറ്റ് കുറവ്, സ്ട്രോക്സ് ഒട്ടും ഇല്ല, ഒരുമാതിരി കറുത്ത പെയിൻ്റ് എടുത്ത് അടിച്ച പോലെ ഒരു അവസ്ഥയിലായിരുന്നു. നമ്മളൊരു പ്രൊസീജിയർ, നമുക്കിതിനകത്തൊന്നും ഒരു എക്സ്പോഷറില്ല, നമ്മളൊരു സെലിബ്രിറ്റി ഒന്നും അല്ല. നമ്മളിങ്ങനെ ഒരു പ്രൊസീജിയർ കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി കാരണമോ അല്ല നമ്മുടെ ഒരു ആഗ്രഹം കാരണമോ നമ്മൾ പോയി ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെ അടുത്തു നിന്നാണല്ലോ. മേ ബി അവരൊക്കെ പോയി ചെയ്യുമ്പോൾ അവർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും, അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ പോയി ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല അവിടെ കിട്ടുന്നത് എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പെയ്ഡ് പ്രൊമോഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരായതുകൊണ്ട് അവരങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഇത്. അപ്പോൾ മേ ബി അവിടെ ചെയ്ത് അടിപൊളിയായിട്ട് പറയുന്നവരുണ്ടാവും. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സജഷനുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. ഇതായിരുന്നു എൻ്റെ മൈക്രോബ്ലേഡിൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ മൈക്രോബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞ ഏകദേശം 1 year ആയി. ഇതാണ് എൻ്റെ ഐബ്രോസ്. ഇതിപ്പോൾ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ള ഐബ്രോസാണ്, കണ്ടോ, ഇത് ഫില്ല് ചെയ്തതാണ് ഇത്. എന്നിട്ടും ഇതിൻ്റെ ഷേപ്പും ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ. ഞാൻ എന്തുകൊണ്ട് ഇത് അന്ന് വിളിച്ച് പറഞ്ഞില്ല, എന്തിനാണ് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇതൊരു നാളെ അവരും അവിടെ പോയി ഒരു മോശം അനുഭവം വേണ്ട എന്നുള്ളതൊരു സജഷന് വേണ്ടി മാത്രമാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു സജഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മൈക്രോബ്ലേഡിങ് എക്സ്പീരിയൻസ്. ഏകദേശം 1 year ആയി. ഞാൻ സെക്കൻഡ് സിറ്റിങ്ങിന് ആ ഭാഗത്തേക്ക് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനി മൈക്രോബ്ലേഡിങ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ള സെൻറ്ററിൽ ഒരു പ്രീ അസസ്മെൻ്റ് ഒക്കെ നടത്തി അതായത് ഒക്കെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല റിവ്യൂസും കാര്യങ്ങളും ഉള്ള ഒരു സെൻറ്ററിൽ മാത്രമേ ഞാൻ മൈക്രോബ്ലേഡിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവം എന്നൊരു സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ
അങ്ങനൊരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ സെൻറ്റർ അറിയണം, ചിലപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്റർ അതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഏതാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് DM ചെയ്ത് ഞാൻ ഡയറക്റ്റ് പറയുന്നതായിരിക്കും. എന്നെ കോമൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ മൈക്രോബ്ലേഡിങ് എക്സ്പീരിയൻസ്. ഇതിൽ കൂടുതലൊന്നും പറയാറില്ല. അപ്പോൾ ഏകദേശം 1 ഇയർ കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം മൈക്രോബ്ലേഡിങ് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.